ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്കെച്ച് എങ്ങനെയാണ് ഒരു ക്യാൻവാസിലേക്ക് അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് പകർത്തുന്നതെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ആർട്ട് വിത്ത് മനോജ് മഥസ്സേരിൽ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഔട്ട്ഡോറാണ് എടുക്കുന്നത്. നല്ല മഴയുണ്ട്, മാത്രമല്ല ചില സൗണ്ടുകളൊക്കെ കേൾക്കാമെങ്കിലും നമ്മൾ വീഡിയോ മുടങ്ങരുത്. ഒരുപാട് പേര് വീഡിയോ കുറച്ച് ഡിലേ ആവണമെന്ന് പറയാൻ കാരണം വീഡിയോ മുടങ്ങരുതെന്ന് വിചാരിച്ചിട്ട് തിരക്കിനിടയിൽ ചെയ്യണം നമ്മൾ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മളൊരു സ്കെച്ച് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് നമ്മൾ ക്യാൻവാസിലേക്ക് പകർത്തുന്നത് അല്ലെങ്കിൽ പേപ്പറിലേക്ക് പകർത്തുന്നത്, അതൊന്ന് പറഞ്ഞുതരാം. എന്താണ് യെല്ലോ കാർബൺ, അല്ലെങ്കിൽ എങ്ങനെയാണ് ചോക്ക് വെച്ചിട്ട് നമ്മളൊരു കാർബൺ പേപ്പർ തയ്യാറാക്കുന്നത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു സബ്ജക്റ്റ് ആണെങ്കിലും എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് നമുക്ക് അത്തരത്തിലൊരു വീഡിയോ ആയിട്ട് പോകാം. അതിനു മുമ്പ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നല്ല രീതിയിൽ പോകണമെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾ ആ ബെൽ ബട്ടൺ, നിങ്ങളുടെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അതുമാത്രമല്ല, നിങ്ങളുടെ വിമർശനങ്ങളോ അഭിപ്രായങ്ങളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വീഡിയോന് താഴത്തിടാം. അപ്പോൾ നമുക്കിത് ഏത് രീതിയിലാണ് ചെയ്യുന്നത്, ഒരു സ്കെച്ച് തയ്യാറാക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്കെച്ച് എപ്പോഴും നേരിട്ട് ക്യാൻവാസിലോ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പറിലോ വരയ്ക്കാതെ മറ്റൊരു പേപ്പറിൽ വരച്ചിട്ട് അതെപ്പോഴും പകർത്തുന്നതാണ് നല്ലത്. കാരണം എങ്കിലും നമുക്ക് അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പകർത്താം. ഒരുപാട് എക്സ്പെർട്ട് ആയിട്ടുള്ളവർ നേരിട്ട് വരയ്ക്കുന്നവരും ഉണ്ട്. പക്ഷേ ചിലർ പെൻസിൽ മാർക്ക് എന്ത് ചെയ്യും, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് ചെയ്യാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളൊരു ചുവർച്ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്കെച്ചിങ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ സ്കെച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഡിസൈൻസ് ആണെങ്കിലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഈവൻ ബോഡി ആണെങ്കിലും എല്ലാം നമ്മൾ വരച്ച് തന്നെ അത് പഠിക്കണം. ആ ഡിസൈൻ വളരെ ഭംഗിയായിട്ട് വരയ്ക്കാൻ പഠിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത്, നമ്മൾ വരയ്ക്കുന്ന ഒരു ഡിസൈൻ എങ്ങനെ നമുക്ക് ക്യാൻവാസിലേക്ക് അല്ലെങ്കിൽ പേപ്പറിലേക്ക് പകർത്താം എന്ന് ചോദിച്ച് പലരും എന്നെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ പലരും എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു സംശയമാണ്. അപ്പോൾ വളരെ ചെറിയൊരു എപ്പിസോഡായിട്ട് തോന്നാമെന്നുണ്ടെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു നേരത്തെ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പലരും നേരിട്ട് വരയ്ക്കാറുണ്ടാവാം. പക്ഷേ ഇത് സാധാരണ വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെ നമുക്ക് ട്രേസ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് ഞാൻ ആദ്യം ഇവിടെ ഒരു ചെറിയ ഡിസൈൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ഞാൻ പെൻസിൽ വെച്ച് വേഗം വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി നമ്മുടെ എന്താ പറയുക മാർക്കർ വെച്ചിട്ട്, ബ്ലാക്ക് കളറ് CD മാർക്കർ വെച്ചിട്ട് അത് വരച്ച് ഞാൻ പ്രിപ്പയർ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആദ്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ് യെല്ലോ കാർബൺ. ഇതാണ് യെല്ലോ കാർബൺ എന്ന് പറഞ്ഞാൽ, ഇത് കോറസ് എന്ന് പറഞ്ഞ പേപ്പർ കമ്പനിയുടെ ഒരു യെല്ലോ കാർബണാണിത്. നമ്മൾ സാധാരണ കാണുന്ന നീല കളർ കാർബണോ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ കാർബണോ പോലെ തന്നെയാണ് യെല്ലോ കാർബൺ. യെല്ലോ കാർബണിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ വച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി നമ്മൾ ട്രേസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മാർക്സ് യെല്ലോ കളറിലായിരിക്കും. അപ്പോൾ നമുക്ക് വരച്ച് നോക്കുമ്പോൾ കാണിച്ചു തരാം. നമുക്ക് ആദ്യം യെല്ലോ കാർബൺ വെച്ചിട്ട് ഒരു പേപ്പറിലേക്ക് നമുക്ക് എങ്ങനെയാണ് സ്കെച്ച് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം യെല്ലോ കാർബൺ എടുത്തു. ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ പിക്ചർ അതിൻ്റെ മുകളിൽ വെച്ചു. എവിടെയാണോ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് ഞാനിത് റെഡിയാക്കി വെച്ചു. റെഡിയാക്കി വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ നോർമലി കാർബൺ പേപ്പർ വെച്ചിട്ട് വരയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന വരയുടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ സ്കെച്ചിൻ്റെ മുകളിൽ കൂടി നമ്മൾ യെല്ലോ കാർബൺ വെച്ചിട്ട് കംപ്ലീറ്റ് ലൈൻസും നമ്മൾ ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ട്രേസ് ചെയ്യണം. ട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കുനിപ്പുകളൊക്കെ വളരെ വ്യക്തമായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടി നിങ്ങൾ യെല്ലോ കളറോ റെഡ് കളറോ ഒക്കെ വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് രണ്ടാമത് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് യെല്ലോ കാർബൺ വെച്ചിട്ട് നമ്മൾ ഒരു സ്കെച്ച് നമ്മൾ കോപ്പി ചെയ്യുന്നതെന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. എങ്ങനെ ഇരിക്കും യെല്ലോ കാർബൺ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ചിലർ നീല കാർബൺ ഉപയോഗിക്കാറുണ്ടെന്ന് പറയുന്നത്. നമുക്ക് നീല കാർബൺ ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, യെല്ലോ ആണെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മ്യൂറലിൻ്റെ ഒരു കളർ തന്നെയാണ്, അതായിട്ട് ബ്ലെൻഡായി പോയിക്കോളും. അതുകൊണ്ടാണ് നമ്മൾ യെല്ലോ കാർബൺ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് യെല്ലോ കാർബൺ വെച്ചിട്ട് നമ്മളിത് സ്കെച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡിസൈനാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് നോർമലി യെല്ലോ കാർബൺ വെച്ചിട്ട് ചെയ്യുന്നത്. ഇത് തന്നെ നമുക്ക് യെല്ലോ കാർബൺ വെച്ചിട്ട് പലരും ക്യാൻവാസിലും ചെയ്യാറുണ്ട്. പക്ഷേ യെല്ലോ കാർബണിൽ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ വാക്സി എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കളർ പിടിക്കാതെ വരും. അപ്പോൾ അതിന് പകരം ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അതാണ് ഞാൻ പ്രധാനമായിട്ട് കാണിക്കാൻ പോകുന്നത്. ഒരു ചോക്കാണ്, ഒരു പീസ് ചോക്കാണ്. നമുക്ക് ഈ ചോക്ക് വെച്ചിട്ട് ഒരു കാർബൺ ഉണ്ടാക്കാം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ ചോക്ക് ഇങ്ങനെ എടുക്കുക. ചോക്ക് ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ കണ്ടോളൂ ഞാൻ ചെയ്യുന്നത്. ചോക്ക് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കും. ആദ്യം ചോക്ക്
സൈഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ വയ്ക്കും. ഇപ്പം നമുക്ക് സമയത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള കാരണം വളരെ ചെറിയൊരു ഏരിയ മാത്രം ഞാൻ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ ചോക്ക് വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചതിന് ശേഷം നമ്മൾ വെറുതെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഓടിക്കും. ഇങ്ങനെ ഓടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതെടുത്തിട്ട് വെറുതെ ആ പൊടി ഇങ്ങനെ തട്ടിക്കളയാം. പൊടിയെല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു പ്രതലം കിട്ടും. നമുക്കൊരു പ്രശ്നം തുണി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ കളയാം. പൊടി കളഞ്ഞതിന് ശേഷം നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് ഫിഗറാണോ അതിൻ്റെ കറക്റ്റ് താഴെയായിട്ട് നമ്മൾ ഈ കാർബൺ വയ്ക്കണം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ പേപ്പറിലേക്ക് നമ്മൾ വയ്ക്കണം. ചെറിയൊരു പോർഷൻ മാത്രം നമുക്ക് ചെയ്ത് നോക്കാതില്ല. ഇതാ നോക്കിക്കോളും എങ്ങനെ ഇരിക്കും എഫക്റ്റ് എന്നുള്ളത് നോക്കാം. സ്കെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മ്യൂറൽസിൽ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് സ്കെച്ചിങ് നന്നായിട്ട് ചെയ്യണം. നന്നായിട്ട് ചെയ്ത സ്കെച്ച് നമ്മൾ എങ്ങനെയാണ് പകർത്തണതെന്ന് പലരും ചോദിക്കാറുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഒരു വാക്സിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല. ഒരു വാക്സി എഫക്റ്റിങ് ഒരിക്കലും ഇതിലുണ്ടാവില്ല. അപ്പം നമുക്ക് എന്താ വെച്ചാൽ വരയ്ക്കുമ്പോൾ സുഖമായിട്ട് വരയ്ക്കാം. കളർ ചെയ്യുന്ന സമയത്ത് കളറ് ഈസി ആയിട്ട് കയറി പിടിക്കും. പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നോക്കിയോളൂ ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഇത് ഞാൻ വളരെ സ്പീഡിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്കെച്ച് ഇട്ടിട്ടെന്നുള്ളൂ. ഒരു ഡിസൈൻ മാത്രമാണത്. നമുക്കൊന്ന് നോക്കാം. കണ്ടോ? ഇതിൽ നിങ്ങൾക്ക് കാണാം, ഈ പാടുകൾ നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാടുകളുടെ മുകളിലൂടെ ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇംപ്രഷൻ്റെ മുകളിലൂടെ നമുക്ക് യെല്ലോ കളറോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കുറച്ചും കൂടി റെഡിഷ് ആയിട്ടുള്ള ഒരു കളറോ വെച്ചിട്ട് നമുക്ക് ആ ഡിസൈൻ വരച്ചെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ പേപ്പറിലേക്കോ, ഇത് തന്നെ നമ്മളെ ക്യാൻവാസ് ഞാൻ കഴിഞ്ഞോടെ കാണിച്ചിരുന്നത് ക്യാൻവാസിൻ്റെ ക്ലോത്താണിത്. ഈ കാണുന്ന ക്ലോത്താണ്. ക്ലോത്തിലാണെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇനി ക്ലോത്ത് ചെയ്യണമെങ്കിലും പേപ്പർ ചെയ്യണമെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മാർക്ക് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ അധികം സമയം വെറുതെ കളയാതെ ഈ മാർക്ക് പോകുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ ഇതൊരു പൊടിയാണ്. ആ പൊടിയുടെ ഒരു നമ്മൾ ആ വരയ്ക്കുമ്പോൾ ഉള്ള ഒരു ഇംപ്രഷൻ നമ്മളിതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ പൊടിയുടെ ഒരു ഇംപ്രഷനിലൂടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഏത് കളർ വെച്ചാണ്, വാട്ടർ കളറെങ്കിൽ വാട്ടർ കളർ, അക്രിലിക് എങ്കിൽ അക്രിലിക്, അത് വെച്ചിട്ട് നിങ്ങൾ ആ കറക്റ്റായിട്ട് ആ ഇംപ്രഷൻ കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പെർമനൻ്റ് ആയി. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്കെച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു ക്യാൻവാസിലോ അല്ലെങ്കിൽ പേപ്പറിലോ നിങ്ങൾക്ക് വളരെ വ്യക്തമായ രീതിയിലൊരു സ്കെച്ചായിട്ട് കിട്ടി. അവിടെ നിന്ന് നിങ്ങൾക്ക് പിന്നെ കളറിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാനിത് യൂസ് ചെയ്തിരിക്കുന്ന ആർച്ചീസിൻ്റെ ഒരു പേപ്പറിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ബോർഡിൽ ചെയ്യുകയാണെങ്കിൽ ക്യാൻവാസ് ബോർഡാണ് ഇരിക്കുന്നത് താഴെ. ഇത് ക്യാൻവാസ് ബോർഡ് ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഇത് ക്യാൻവാസ് ബോർഡാണ്. ഈ ക്യാൻവാസ് ബോർഡിൽ ചെയ്യുകയാണെങ്കിലും ശരിയാണ്. അതേപോലെ തന്നെ റോളായിട്ടുള്ള ക്യാൻവാസിൽ ചെയ്യുകയാണെങ്കിലും ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു പോകാം. നമ്മളിപ്പോൾ ഇംപ്രഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു സ്കെച്ചിൻ്റെ. ഇനി നമ്മൾ യെല്ലോ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കിയേക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വളരെ ചെറിയ ബ്രഷ് വേണം. 000, 000 നല്ല പോയിന്റ് ബ്രഷ് വേണം. ഞാൻ നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിൽ ഞാനൊരു നമ്പർ 2 ബ്രഷ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അത് മാത്രം നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. നമ്മൾ എങ്ങനെ എല്ലാം ഇങ്ങനെ വരയ്ക്കുമ്പോഴാണ് നമ്മൾ ആ കുനിപ്പുകളും എല്ലാം കൃത്യമായിട്ട് ചെയ്തു പോകേണ്ടത്. ആ ഒരു ഡിസൈൻ നമ്മളിപ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഡിസൈനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ഡിസൈൻ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇതിപ്പോൾ ചോക്കിൻ്റെ പൗഡർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയൊരു കോപ്പിങ് ഒരു മെത്തേഡാണ്. കാർബൺ പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്ത് നോക്കിയിരിക്കുന്നത്. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഡിസൈൻ പെട്ടെന്ന് ചെയ്തതാണ്. ഇനി നമ്മൾ അകത്തുള്ള ലൈൻസ് എല്ലാ ലൈൻസും നമ്മൾ വരയ്ക്കണിപ്പോൾ ഇതാ ഫുള്ളായിട്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറേ കഴിഞ്ഞ് പെയിൻറ്റ് ചെയ്താലും മതി, കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആ ഇംപ്രഷനുമായി അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ എന്താണോ വരയ്ക്കാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ കളറ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നീട് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ കോപ്പി ചെയ്യുമ്പോൾ ആവുന്നത് ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡിലും ഒരു ചെറിയ ഫിഗർ ഏത് രീതിയിലാണ് നമ്മൾ പകർത്തേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. ഒന്നുകൂടി പറയുകയാണ്, ആരെങ്കിലുമൊക്കെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും, നിങ്ങൾക്ക് വീഡിയോസ് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അതെല്ലാം എപ്പോഴും ഞാൻ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ അത്തരം കാര്യങ്ങൾ യൂട്യൂബ് ആ ചാനലിൻ്റെ അടിയിൽ തന്നെ നിങ്ങളത് കമൻറ്റുകളായിട്ട് ഇടുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.